ലൈഫ് ഭവന പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ ലോഗോ വയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാനിരിക്കെ ചർച്ചയാവുകയാണ്. LDF സർക്കാരിന്റെ കാലത്ത് പണിത ലൈഫ് വീടുകൾ. ലോഗോ വെക്കുന്നത് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണെന്ന് വീട് കിട്ടിയവർ പറയും. താമസിക്കുന്നവർ അവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാരോ നൽകിയതാണ് എന്ന തരത്തിലൊരു അടയാളം മുന്നിൽ വെക്കുന്നത് അവരുടേതല്ല ആ വീട് എന്ന സന്ദേശമാണ് നൽകുക. ഞങ്ങളതിനില്ല. അത്തരമൊരു പദ്ധതിയുമായി യോജിക്കാനാവില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്, ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പണം തുറന്നു തന്നില്ല എന്ന് വരും. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു പണം തരണോ തരണ്ടേ, പദ്ധതി തുറന്ന് അനുവദിക്കണോ അനുവദിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താൻ തയ്യാറല്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ലോഗോ പതിപ്പിക്കണമെന്ന നിർദ്ദേശത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വാക്കുകളാണിത്. എന്നാൽ VD സതീശൻ സർക്കാർ അധികാരമേറ്റതോടെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങൾക്കും റാൻമൂളുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കോഴിക്കോട് അശോകപുരത്ത് രാമണീയം എന്ന വീട്ടിൽ താമസിക്കുന്ന 75-കാരി സുലോചനയ്ക്ക് LDF സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീടാണിത്. കൊറോണ സമയത്താണ് ഞാൻ വീട്ടിൽ കൂടിയത്. ഈ വീട് കൊറോണ സമയത്തല്ലേ പണിതത്? അപ്പം അന്ന് ഈ വീട് പണിയുമ്പം ഈ സംസ്ഥാന സർക്കാരിന് വല്ല ലോഗോയോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും നിങ്ങൾ പറഞ്ഞോ ലോഗോ വെക്കണമെന്ന്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ആരൊന്നും പറഞ്ഞിട്ടില്ല. പുതിയ സർക്കാർ പറഞ്ഞത് 3 ലക്ഷം ഇനി തരാൻ പറ്റുള്ളൂ എന്നാ. അമ്മ പുതുതായിട്ട് ഭയങ്കര കഷ്ടമല്ല അത്? ഭയങ്കര ആ തീരുമാനത്തോടെ അമ്മയുടെ അഭിപ്രായം എന്താ? അത് വലിയ നഷ്ടമാണ്. എനിക്കത് അതിനെ കൊണ്ട് അധികം യോജിക്കുന്നില്ല. കാരണം എന്താണെന്നോ, 3 ലക്ഷമൊക്കെ കിട്ടിയാൽ എവിടെയൊന്നും ആവില്ല. ഇതിനിടെയാണ് ലൈഫ് ഭവന പദ്ധതി തുക 4 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപയാക്കി VD സതീശൻ സർക്കാർ വെട്ടിക്കുറച്ചത്. വീട് സുരക്ഷിതത്വം മാത്രമല്ല നൽകുക, മനുഷ്യന്റെ അന്തസ്സിന്റെ കൂടി പ്രതീകമാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പണിത ലൈഫ് പദ്ധതി വീടുകളിൽ ഒരു വീട്ടിൽ പോലും സർക്കാരിന്റെ ലോഗോയോ ചിഹ്നമോ കാണാൻ സാധിക്കില്ല. ക്യാമറാമാൻ ഫിറോഷിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.